ഞാനൊരു വീഡിയോ കാണാനിടയായി. ഈ ഹെർബാ ലൈഫിൽ വർക്ക് ചെയ്യുന്ന അന്ധവിശ്വാസികളായ ചില അടിമകളോട് രണ്ട് വർത്തമാനം പറയാനുണ്ട്. എനിക്ക് പലരും അത് അയച്ചു തന്നു പേഴ്സണലി. അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. നോർമലി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഐ ടോട്ടലി ഇഗ്നോർ വാട്ട് എവർ ഹാപ്പൻസ്, ഐ നെവർ മൈൻഡ്. പക്ഷെ ഇത് കണ്ടപ്പോ ഐ തോട്ട് ലൈക്ക് യെസ്, ഐ ബീങ് എ മദർ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ ഡിസൈഡ് ചെയ്തത്. ഈ സത്യാന്വേഷി ചേട്ടൻ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്ന ഒരു ഹുക്ക് ഇതാണ്, വൈറൽ ഹുക്കാണ്. ഈ ഹെർബൽ ലൈഫിൽ വർക്ക് ചെയ്യുന്ന ചില അടിമകളായ അന്ധവിശ്വാസികളോട് എനിക്ക് ചിലത് പറയാനുണ്ടെന്നാണ്. അപ്പൊ എനിക്ക് തോന്നി ഈ ചേട്ടനോടും എനിക്കും ചിലത് പറയാലോ, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. സോ ഐ തോട്ട് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന്. അതിനുശേഷം ചേട്ടൻ കാണിക്കുന്നത് കുഞ്ഞിന് ഡൈനോ ഷേക്ക് കൊടുക്കുന്നതാണ്. കിഡ്സ് ന്യൂട്രീഷൻ ആണ് കമ്പനിയുടെ. സോ ഡൈനോ ഷേക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ചേട്ടൻ കുറെ നേരം നോക്കിയിരിപ്പുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ കറക്റ്റ് യു, അത് ഡിനോ ഷേക്ക് അല്ല, ഡൈനോ ഷേക്ക് ആണ്. കിഡ്സ് ന്യൂട്രീഷൻ ആണത്. പലപ്പോഴും എടുത്തു പറയുന്നതും എഴുതുന്നതും മിസ്റ്റേക്ക് ആണ്. ഡിനോ ഷേക്ക്, അത് ഡൈനോ ഷേക്ക് ആണ്. ഓക്കെ, ചേട്ടൻ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പലരും ഷെയർ ചെയ്തിരിക്കുന്ന മേ ബി കോച്ചസിന്റെ പേജ് ആകാം, ഹെർബൽ ലൈഫ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പേജ് ആകാം. ആ പേജസ് ഇന്ന് വീഡിയോസ് കുറെ സെർച്ച് ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്തിട്ട് പലരുടെയും വീഡിയോസ് എടുത്ത് ക്ലബ് ചെയ്തിട്ട് ആ വീഡിയോസിൽ ഡൈനോ ഷേക്ക് കുഞ്ഞിന് തൊട്ട് കൊടുക്കുന്നതാണ്. ജനിച്ച ഉടനെ കൊടുക്കുന്നുണ്ടാകും. തൊട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ചേട്ടന്റെ ഉറക്കം പോയി എന്നാ പറഞ്ഞത്. അതെന്തിനാണാവോ ഉറക്കം പോയി എന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ന്യൂട്രീഷൻ അവരുടെ കുട്ടിക്ക് കൊടുക്കുന്നത് കണ്ടിട്ട് ചേട്ടന്റെ ഉറക്കം എന്തിനാണാവോ പോയത്. ഞാനും ഒരു അമ്മയാണ്. രണ്ട് കുട്ടികളാണ് എനിക്ക്. ഒരു മൂത്ത മോൾക്ക് എനിക്ക് 9.5 വയസ്സുണ്ട്. രണ്ടാമത്തെ മോന് 1 വർഷമായി, 1 വയസ്സായി. ഞാനും എൻ്റെ കുഞ്ഞിന് തൊട്ട് കൊടുത്തത് ഡൈനോ ഷേക്ക് തന്നെയാണ്. അതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. ഒരു ട്രസ്റ്റ് ആണ് കാരണം. കാരണം ഒരു കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം കൊടുക്കണ്ട എന്ന് അത് അമ്മയ്ക്ക് തന്നെ തീരുമാനിക്കാം, അല്ലെങ്കിൽ അച്ഛനമ്മയ്ക്ക് തീരുമാനിക്കാം. ഇനി ചേട്ടൻ എല്ലാവരും പറയാറുണ്ട് മുലപ്പാല് തന്നെ കൊടുക്കണമെന്ന്. അതെ, കുഞ്ഞുങ്ങൾക്ക് ഒരു 6 മാസം വരെ മുലപ്പാല് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഒരു ചോദ്യം, ഈ മുലപ്പാല് വരാത്ത അമ്മമാർ എന്താ ചെയ്യേണ്ടത്? അതിനുള്ള ഓപ്ഷൻ ചേട്ടൻ പറഞ്ഞു. പല സ്ത്രീകൾക്കും എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുൾപ്പെടെയുണ്ട്, ബ്രസ്റ്റ് ഫീഡിങ് ഒട്ടും ചെയ്യാൻ പറ്റാതിരുന്ന അമ്മമാരുണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മിൽക്ക് പ്രോഡക്ട്സുകൾ തന്നെയാണ്. എന്തുകൊണ്ട് അവർ ആ ഡൈനോ ഷേക്ക് കുഞ്ഞിന് കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കമ്പനിയുടെ റൂൾസ് ഒക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. 2 years ആൻഡ് അബവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഡെഫിനറ്റ്ലി ഡൈനോ ഷേക്ക് 2 വയസ്സിന് മേളിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കാൻ അത് കമ്പനി ഓത്തറൈസ്ഡ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. പക്ഷെ പിന്നെ എന്തുകൊണ്ട് അവർ കൊടുത്തു എന്നുള്ളത്, ഈ കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കണേ അതും കൂടെ ഒന്ന് സത്യാന്വേഷിക്കണം എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, അവര് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് വീഡിയോ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ആധികാരികത വന്നേനെ. ഇനി ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് കൊടുക്കേണ്ടത് ഡെഫിനറ്റ്ലി ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. അതാണ് കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടുന്നത്. എന്നാ ആ കുഞ്ഞിന് കിട്ടുന്ന ന്യൂട്രീഷൻ സഫീഷ്യന്റ് ആണോ അല്ലയോ എന്നുള്ളത് ആ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഇന്ന് ജനിച്ച ഒരു കുഞ്ഞ് നേരെ പോകുന്നത് NIC-യിലേക്കാണ്. മെജോറിറ്റി കുഞ്ഞിന് മഞ്ഞ കളറാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് NIC-യിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആൻഡ് ടു ബി ഹോണസ്റ്റ്, എൻ്റെ ഒരു ഡെലിവറി സെക്കൻഡ് ബേബി, എനിക്ക് സെയ്നു എന്നാണ് അവന്റെ പേര്. അവനിപ്പം നവംബർ 1 ബേബിയാണ്. അവനിപ്പോ 1 വയസ്സാകുന്നു. അവൻ ജനിച്ച് എന്നെക്കാട്ടിലും മുന്നേ റൂമിലേക്ക് കൊടുത്തത് മോനെയായിരുന്നു. എൻ്റെ ഡെലിവറി വാസ് സിസേറിയൻ ആയിരുന്നു. ആൻഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസേറിയൻ ആയിരുന്നു എൻ്റെ. ബട്ട് 36th ഏജിൽ സെക്കൻഡ് ഡെലിവറി ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ഡോക്ടറിനെ കാണിക്കാൻ ചെന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞത്, വിൻസി, ദിസ് ഇസ് ഗോയിങ് ടു ബി എ വെരി ക്രിട്ടിക്കൽ ഒരു ടൈം ആയിരിക്കും. ബിക്കോസ് ഈ ഒരു ഏജ് കുറച്ച് ലേറ്റ് ആയി ആൻഡ് യു ഹാവ് ഫൈബ്രോയിഡ് ഓൾസോ. അപ്പൊ ഇത് നമുക്ക് ഒട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ യു ഷുഡ് ഹാവ് ദാറ്റ് വിൽ പവർ. അത് എന്ത് ഫേസ് ചെയ്യാനുള്ള വിൽ പവർ ഉണ്ട്. ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം ഡോക്ടർ. ബിക്കോസ് ഞാൻ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് 4.5 വർഷത്തിലധികമായി. എൻ്റെ 32ാമത്തെ വയസ്സിലാണ് ഞാൻ ന്യൂട്രീഷൻ സ്റ്റാർട്ട് ചെയ്തത്. മോൾ ഉണ്ടാകുന്നത് ഒരു 2016-ലാണ് എനിക്ക് മോൾ ഉണ്ടാകുന്നത്. അവളുടെ ഡെലിവറിയുടെ സമയത്ത് ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് എന്നുള്ള ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു എൻ്റെ ഡെലിവറി നടന്നത്. അത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ഇറ്റ് വാസ് വെരി ഒരു എൻ്റെ ലൈഫിൽ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ടൈം പീരീഡ് ആയിരുന്നു അത്. അപ്പം ഈ ഒരു ഡെലിവറി നടക്കുന്ന സമയം എന്ന് പറയുന്നത്
2024 മോനുണ്ടാവുന്നത്. നവംബർ 1 ത്രൂ ഔട്ട് മൈ പ്രഗ്നൻസിയിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വാസ് ഹെർബലൈഫ് ന്യൂട്രീഷൻ. അതിൽ ഞാൻ എടുക്കുന്നതിൽ ഡൈനോ ഷേക്ക് ഞാൻ ആഡ് ചെയ്ത് കിഡ്സ് ന്യൂട്രീഷൻ എടുത്തിട്ടുണ്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം. ആൻഡ് എന്നെ സംബന്ധിച്ച് അതെന്റെ ഒരു ട്രസ്റ്റ് ആണ്. ഇത് കമ്പനി റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് ഫോളോ ചെയ്തത് എന്റെ ട്രസ്റ്റ് ആണ്, അതെന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ആൻഡ് ത്രൂ ഔട്ട് എന്റെ പ്രഗ്നൻസിയിൽ എന്റെ ബ്ലഡ് റിപ്പോർട്ട്സ് എല്ലാം നോർമൽ ആയിരുന്നു. ഷുഗറോ BP വേരിയേഷനോ തൈറോയിഡോ എനിക്ക് ഒരു ടയേർഡ്നെസ്സോ ഒന്നും തന്നെ എനിക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈ ഒരു 9 monthsലും ഐ വാസ് ഫോളോയിങ് എ ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. എക്സസൈസ് ചെയ്യുമായിരുന്നു, ഞാൻ സ്ട്രെച്ചിങ് ചെയ്യുമായിരുന്നു 9 monthsലും. ഐ ഹാവ് ദ പ്രൂഫ്സ്. അപ്പൊ അതെനിക്ക് ചെയ്യാൻ പറ്റിയത് ഡെഫിനറ്റ്ലി എൻ്റെ ബോഡി ഞാൻ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഐഡിയൽ പാരാമീറ്റേഴ്സിലായിരുന്നു, ഐഡിയൽ വെയിറ്റിലായിരുന്നു ഞാൻ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്. സോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഡൈനോ ഷേക്ക് ഒന്ന് തൊട്ട് കൊടുക്കണമെന്നുള്ളതായിരുന്നു. ഞാൻ അത് തന്നെയാണ് ചെയ്തത്. അതിന് ഇനിയിപ്പം നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്ന കുറെ ആൾക്കാരുണ്ട്, അതോറിറ്റീസ്, അവരെ കൊണ്ടുവന്ന് നിർത്തി കുഞ്ഞിന് എന്തുകൊണ്ട് ഇത് കൊടുത്തു എന്ന് ചോദിച്ചാൽ എൻ്റെ കുഞ്ഞ് എനിക്ക് ട്രസ്റ്റ് ഉള്ള ഫുഡ് ഞാൻ കൊടുത്തു, അത്രേ ഉള്ളൂ. അതിന്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്, വേറെ ആർക്കും ഇല്ല, കമ്പനിക്കും ഇല്ല, ലീഗൽ അതോറിറ്റീസിനും ഇല്ല. അതിന്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ഇപ്പൊ അവന് 1 വയസ്സാകുന്നു. ഈ 1 വയസ്സിൽ 6 months വരെ അവന് പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ആ സമയത്ത് ഞാൻ ഡൈനോ ഷേക്ക് ഒന്നും ഞാൻ മുന്നേ കൊടുത്തിട്ടില്ല. 6 monthsന് ശേഷം ഞാൻ അവന് ഡൈനോ ഷേക്ക് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. വൈ? ബിക്കോസ് അവന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓഫ് കോഴ്സ് ഞാൻ പല ഓപ്ഷൻസും നോക്കുമ്പോൾ ഹെൽത്തി ഹാബിറ്റ്സ്, ഹെൽത്തി ഓപ്ഷൻസിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് ട്രസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ചേട്ടന്റെ കുറെ വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒന്നും കഴിക്കാൻ നമുക്ക് എക്സ്റ്റേണൽ ഒന്നും പറ്റില്ല. ആൻഡ് ഒരു വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ടി. ആൻഡ് അങ്ങനെയുള്ള ഫുഡ് വെച്ചിട്ട് എത്രമാത്രം നമുക്ക് കുഞ്ഞുങ്ങളിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പൊ അതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ചേട്ടൻ കൊടുത്താൽ നല്ലതായിരിക്കും. ഇത് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല ചേട്ടാ, അവര് എത്ര അതോറിറ്റീസിനെ കൊണ്ട് മുന്നിൽ കൊണ്ട് നിർത്തിയാലോ ആ വ്യക്തികളുടെ അടുത്ത് പേഴ്സണലി ഒന്ന് പോയി സംസാരിച്ച് നോക്കുക. അവർക്ക് മേ ബി ഒരു ഇമോഷണൽ സ്റ്റോറി ഉണ്ടാവും പിന്നില്, ബേബി ഉണ്ടാകാതിരുന്നുണ്ടായതായിരിക്കാം. വിത്ത് പ്രോപ്പർ ബാലൻസ്ഡ് ന്യൂട്രീഷന്റെ സപ്പോർട്ടിൽ അവർ ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് ഐഡിയൽ പാരാമീറ്റേഴ്സിലേക്ക് വന്നതിന് ശേഷം നാച്ചുറലി അവർ മേ ബി കൺസീവ് ആയിട്ടുണ്ടാകാം. അതിനുശേഷം ഉണ്ടായ കുട്ടിക്ക് അവർ അതല്ലാണ്ട് വേറെ എന്ത് കൊടുക്കാന്? അപ്പൊ അവരുടെ ട്രസ്റ്റ് മാത്രമാണ് അവർ ആ ന്യൂട്രീഷൻ കുഞ്ഞിന് തൊട്ട് കൊടുക്കാൻ കാരണം. അല്ലാണ്ട് ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഉറക്കം കടണ്ട ഒരു ആവശ്യവുമില്ല. ഈ ന്യൂട്രീഷൻ സെന്റർ എന്ന് പറഞ്ഞ് തോന്നിവാസം കാണിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഇന്ത്യയിൽ നിരവധി ന്യൂട്രീഷൻ സെന്റേഴ്സ് ഉണ്ട്. ന്യൂട്രീഷൻ സെന്ററുകളിൽ തോന്നിവാസം ഒന്നും കാണിക്കാറില്ല. അവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, അവന്റെ ഹെൽത്ത് കണ്ടീഷൻസും എന്താ പറയാ ഈറ്റിംഗ് ഹാബിറ്റ്സും ഒക്കെ നോക്കി അവന്റെ ഭക്ഷണ രീതി ജീവിതശൈലിയൊക്കെ കറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് അവന് ന്യൂട്രീഷൻ സപ്പോർട്ടിലോടുകൂടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. തോന്നിയവാസമൊന്നും അവിടെ നടത്താറില്ല. പിന്നെ വെൽനസ് കോച്ചസ് ഒത്തിരി ഉണ്ട്, അത് നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്, പക്ക ബിസിനസ് മൈൻഡിൽ ചെയ്യുന്നവരുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. അപ്പം എല്ലാ ന്യൂട്രീഷൻ സെന്ററുകളിലും തോന്നിവാസമല്ല നടക്കുന്നത്. നിരവധി മിറക്കിൾ സ്റ്റോറീസ് യു ക്യാൻ വിറ്റ്നസ് ഇൻ ന്യൂട്രീഷൻ സെന്റേഴ്സ്. അത് ഓൺലൈനും ഉണ്ട്. ഐ എം ഡൂയിങ് ഓൺലൈൻ വെൽനസ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഐ എം പ്രൊവൈഡിങ് കോച്ചിങ് അക്രോസ് ഒരു 10 to 12 കൺട്രീസിൽ പീപ്പിളിനെ കോച്ച് ചെയ്യുന്നുണ്ട്. ഒരു 4.5 വർഷത്തിന്റെ ഇടക്ക് മോർ ദാൻ ഒരു 2000 അബവ് പീപ്പിളിനെ ഞാൻ കോച്ച് ചെയ്ത് ഒരു ഹാൻഡിൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ കറന്റ്ലി ആക്റ്റീവായിട്ട് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന ഒരു 500+ പീപ്പിൾ ഇപ്പൊ കറന്റ്ലി പ്രോഗ്രാം ചെയ്യുന്ന പീപ്പിളുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല നമ്മളെ കോച്ച് ചെയ്യുന്ന പീപ്പിളിന്. വൈ? ബിക്കോസ് പ്രോപ്പർ ട്രെയിൻഡ് വെൽനസ് കോച്ചിന്റെ കീഴിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോ എല്ലാ ന്യൂട്രീഷൻ സെന്റേഴ്സിലും തോന്നിയവാസമാണെന്നുള്ളത് പ്ലീസ്, അത് പലരെയും അത് ഇമോഷണലി ഹിറ്റ് ചെയ്യും അങ്ങനത്തെ വേർഡുകൾ. ഓക്കെ, നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയും. ഇനി ചേട്ടൻ പറഞ്ഞതിനോട് എനിക്കൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ തോന്നിയത്, അന്തസ്സായിട്ട് തെണ്ടിത്തരം കാണിക്കുക എന്നിട്ട് അതെടുത്ത് പ്രചരിപ്പിക്കുക. അത് ഡൈനോ ഷേക്ക് കുഞ്ഞിന് കൊടുത്തിട്ട് ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ എന്തിനാണ് പബ്ലിക്കിനെ കാണിക്കുന്നതെന്ന്. അല്ല, ഈ പറയുന്ന സോഷ്യൽ മീഡിയയില് നല്ലത് മാത്രം ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഇതൊരു മോശം കാര്യമൊന്നുമല്ല.
ഇത് അവരുടെ കുട്ടിക്ക് അവരത് കൊടുക്കുന്നു, അവരുടെ ഒരു ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു മൊമെന്റ് ആണ് ഷെയർ ചെയ്യുന്നത്, അവരുടെ ഹാപ്പിനെസ് ആണ്. എല്ലാവരുടെ അവിടെ പോകുന്നതും ഇവിടെ പോകുന്നതും അവര് ഓടുന്നതും ചാടുന്നതും ഒക്കെ ആയിട്ടുള്ള ആ പ്രൊഡക്ട്സ് മേടിക്കുക. എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് ഈ പ്രൊഡക്ട്സ്, സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കൊളാബറേഷൻസ് ചെയ്യുന്നു. അതെല്ലാം യൂസ് ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ട് തന്നെയാണോ? അപ്പോ തോന്നിയവാസം അല്ല കാണിക്കുന്നത്. ആൻഡ് അത് പബ്ലിസിറ്റി, ഒരു അഡ്വർടൈസ്മെന്റ് പോലെ നിങ്ങൾ ഇത് മേടിച്ച് യൂസ് ചെയ്യോ, അത് വേണമെങ്കിൽ മേടിച്ച് യൂസ് ചെയ്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. നമ്മളെ ഹെർബലൈഫ് കമ്പനി ഒരാളെ വിളിച്ചിട്ട് നിങ്ങളിത് മേടിച്ച് യൂസ് ചെയ്ത് ഒന്നുമില്ല. അവന് വേണമെങ്കിൽ യോഗം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. അത്രയ്ക്കൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണിത്. എന്തിനു വേണ്ടിയാണ് ഈ പ്രഹസനം? കാശുണ്ടാക്കാനോ, സെയിൽസ് കൂട്ടാനോ? അതിന് വേറെ വല്ല പണിക്ക് നോക്കണം. ഇനി ചേട്ടൻ ചോദിച്ചേക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പ്രഹസനം? കാശുണ്ടാക്കാനോ, സെയിൽസ് കൂട്ടാനോ? എല്ലാരും അത് തന്നെയല്ലേ ചേട്ടാ ചെയ്തോണ്ടിരിക്കണേ. ഈ ചേട്ടൻ ചെയ്യുന്നതും അത് തന്നെയല്ലേ. കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലേ വീഡിയോ ഇടുന്നത്, ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. ഹെർബലൈഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡില് നേരത്തെ ഒരു വീഡിയോ നമുക്ക് വന്നായിരുന്നു, ഒരു മറുനാടൻ ആ ഒരു ചാനലിൽ വന്നൊരു വീഡിയോ ഭയങ്കര ബൂമിങ് ആയി, മാക്സിമം റീച്ചിലേക്ക് പോയി. അതിന്റെ റീച്ച് ചേട്ടൻ അറിയാം. പിന്നെ ഇപ്പൊ ചേട്ടൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ ആൾക്കാരും നന്നാക്കണമെന്ന് ഉദ്ദേശത്തിലൊന്നും അല്ലല്ലോ. ഇതിടുമ്പോ അത്യാവശ്യം നല്ല റീച്ച് വരുമെന്നും ചേട്ടന് നല്ല വ്യൂസ് കിട്ടുമെന്നും പൈസ കിട്ടുമെന്നും ചേട്ടൻ അറിയാം. അതും ഒരു പാർട്ട് ഓഫ് സെയിൽസ്. ഇപ്പൊ വേറെ വല്ല പണിക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. എന്ത് പണി ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണം, അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. അതിനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അപ്പൊ അത് വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുക. അപ്പൊ ഇത് ബിസിനസ് തന്നെയാണ് ചേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെൽനസ് കോച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഓപ്പർച്യൂണിറ്റി. ആർക്ക് റെഡിയാണോ അവർക്ക് ചെയ്യാനുള്ള ഫ്രീഡം കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും കമ്പനി കുറച്ച് സെറ്റ് ഓഫ് റൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി വെച്ചിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ടെസ്റ്റിമോണിയൽസും പേഴ്സണൽ എക്സ്പീരിയൻസും ഒക്കെ വരുന്നത് വ്യക്തിപരമാണ് എല്ലാം. കമ്പനിക്ക് യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി ഇല്ലതിന്. ഒരു മെഡിക്ലെയിമും കമ്പനി കൊടുക്കുന്നില്ല. ആകെ ഒരു മെഡിക്ലെയിം ഉള്ള ഒരേ ഒരു ന്യൂട്രീഷനുള്ള കമ്പനിയിൽ, ദാറ്റ് ഈസ് ബീറ്റ ഹാർട്ട്. അത് കൊളസ്ട്രോളിന് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് കമ്പനി കൊടുക്കുന്ന ഒരു ന്യൂട്രീഷൻ, അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നിനും ഒരു മെഡിക്ലെയിമോട് കൂടി നമ്മുടെ കമ്പനി കൊടുക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് പീപ്പിൾ ഇത്രയും യൂസ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡ്, വേൾഡിലെ നമ്പർ 1 എന്താ പറയുക ന്യൂട്രീഷന് റെക്കഗ്നിഷൻ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6.5-7 കോടിയിലധികം ജനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. 95 രാജ്യങ്ങളിൽ ഒരു 45 വർഷത്തിലധികമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ആ കമ്പനിക്ക് അതിൻ്റെതായ ക്രെഡിബിലിറ്റിയും അതിൻ്റെതായ പവറും ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പം ആ ഒരു ന്യൂട്രീഷൻ അത്രയ്ക്ക് സച്ച് എ പ്ലസ്ഡ് ന്യൂട്രീഷൻ, അത് യൂസ് ചെയ്ത് ഹെർബലൈഫ് ന്യൂട്രീഷൻ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കോച്ചസിന്റെ ഗൈഡൻസോടുകൂടെ മാത്രം ചെയ്യാം. അല്ല എങ്കിൽ റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറാണ്. അത്രയും ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു കമ്പനിയിലെ ന്യൂട്രീഷൻസിന് അത്രയും എന്താ പറയാ, അതിന്റെ പിന്നിലുള്ള ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, അത് വലിയൊരു ക്രൂ തന്നെയുണ്ട്. അതിനെ പറ്റിയൊക്കെ ഒന്ന് സത്യാന്വേഷണം നടത്തിയാൽ നല്ലതായിരിക്കുമെന്ന് എന്റെ ഒരു ഒപ്പീനിയൻ, ഒരു സജഷൻ കൂടെ ഉണ്ട്. ഹെർബലൈഫ് എന്ന് പറയുന്ന കമ്പനിക്കെതിരായിട്ടല്ല ഞാൻ പറയുന്നത്. അവർ എല്ലാ നിർദ്ദേശങ്ങളും എഴുതി വെച്ചുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ചേട്ടൻ ഒരു സത്യം എന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഹെർബലൈഫ് കമ്പനിയെ കുറിച്ചല്ല പറയുന്നതെന്ന്. അപ്പൊ ചേട്ടന് ഹെർബലൈഫ് കമ്പനിയെ പറ്റി പരാതിയൊന്നുമില്ല, അത് ഉറപ്പാണോ? എന്നാ ഒരു റിക്വസ്റ്റും കൂടെ, ഹെർബലൈഫ് കമ്പനിയെ പറ്റിയും അതിന്റെ ന്യൂട്രീഷൻസിനെ പറ്റിയും ചേട്ടൻ ഒരു വീഡിയോ ചെയ്യും. എന്ത് യൂസ് ചെയ്യാം, ഇതിൽ എന്തുണ്ട്, എങ്ങനെയുണ്ട് എന്നൊക്കെ ചേട്ടൻ കുറെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. മെജോറിറ്റി ഫുഡ് പ്രോഡക്ട്സ് തന്നെയാണ്. അപ്പൊ ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അപ്പൊ ചേട്ടൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്താൽ നല്ലതല്ലേ? കമ്പനിയെ പറ്റി ചേട്ടന് നല്ല ട്രസ്റ്റ് ആണെങ്കിൽ കമ്പനിയെ എങ്ങനെയാണ് ആ ന്യൂട്രീഷൻ, അതിന്റെ ക്വാളിറ്റി എന്താണ്, അതിന്റെ ബിഹൈൻഡ് എന്താണ് എന്നുള്ളത് ഒരു വീഡിയോ ചെയ്താൽ സൂപ്പർ ആയിരിക്കും. നിങ്ങൾ ഇതുപോലുള്ള മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് പ്രചരിപ്പിച്ച് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് കുട്ടികളെ വലിയൊരു വിപത്തിലേക്കാണ് തള്ളിവിടുന്നത്. പിന്നെ എന്റെ പൊന്നു ചേട്ടാ, ഈ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് പ്രചരിപ്പിച്ച് ആ കാര്യം ഒന്നും കൂടെ എന്താ പറയാ ആലോചിച്ചിട്ട് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും പീപ്പിളിന് ആവശ്യമുള്ളതാണ് കൊടുക്കണത്. ഒരു മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ വേറെ കൊടുക്കുന്നില്ലേ? ഇതൊരു മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ അല്ല മിസ്റ്റർ. കാരണം ഇത് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അവരുടെ ട്രസ്റ്റ് ആണ്. അത് അവർക്ക് അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ അവരുടെ പേഴ്സണൽ പ്ലാറ്റ്ഫോം അവർ യൂസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? എനിക്കത് തെറ്റായിട്ട് തോന്നിയില്ല. നിങ്ങൾക്കൊരു ഓപ്പൺ ചാലഞ്ച് ഞാൻ വെക്കുന്നു. ഞാൻ വരാം, നിങ്ങൾ പറയുന്ന സമയം, പറയുന്ന സ്ഥലം, അവിടെ ഈ ഡിനോ ഷേക്ക് ജനിച്ച കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ ആവശ്യകതയും ഗുണങ്ങളും എന്താണെന്ന് നിങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കണം.
പിന്നെന്താണ്, ചേട്ടൻ കുറച്ച് ആധികാരികതയൊക്കെ പറയുന്നുണ്ട് അവിടെ. ശാസ്ത്രീയമായിട്ട് തെളിയിക്കണം, നിങ്ങൾ ഇത് എന്തിനു വേണ്ടി കൊടുക്കുന്നു, എന്താണ് ഇതിന്റെ ഗുണം. അതായത് ചേട്ടാ, ഈ ലോകത്തുള്ള എല്ലാ അപ്പനമ്മമാരും മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടാണോ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ, എനിക്കറിയില്ല അത്. അങ്ങനെയാണോ? അച്ഛനമ്മമാർക്ക് ഒന്ന് കമന്റ് ചെയ്യാം. എല്ലാം ശാസ്ത്രീയമായി തെളിയിപ്പിച്ചിട്ട് ചേട്ടൻ ഈ പറഞ്ഞ 5-6 അതോറിറ്റീസ് വന്ന് അവര് നോക്കി, ഇത് കൊടുക്കാൻ കുഞ്ഞിന് നല്ലതാണ്, ഇത് കൊടുക്കാൻ പാടില്ല, നല്ലതല്ല എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണോ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? ഏതൊരു അച്ഛനും അമ്മയും തന്റെ കുഞ്ഞിന് ഏറ്റവും നല്ലത് കൊടുക്കാനാണ് അവർ ആഗ്രഹിക്കുള്ളൂ, മോശം കൊടുക്കാൻ ആഗ്രഹിക്കില്ല. അപ്പൊ അവരുടെ ഒരു ട്രസ്റ്റ് ആണ് അവർ ചെയ്യുന്നത്. വേറെ എന്തോ ഓപ്ഷൻ ചേട്ടൻ ഒന്ന് പറ? കെമിക്കൽസും പെസ്റ്റിസൈഡ്സും പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത എന്താ ഇന്ന് മാർക്കറ്റിലുള്ളത്? ചേട്ടൻ ഫുഡ് റിവ്യൂ ചെയ്യുന്ന ആളല്ലേ. അപ്പോ ഇറ്റ് ഈസ് വെരി റെയർ ആക്ച്വലി. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞിന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ഏതൊരു പാരന്റ് ഡിസൈഡ് ചെയ്യുന്നു, അത് അവരുടെ ചോയ്സ് ആണ്. അപ്പൊ അവർ പിന്നെ ചേട്ടൻ ഈ പറഞ്ഞ വായിക്കൊള്ളാത്ത എല്ലാ അതോറിറ്റീസും പ്രതിനിധികളും ഇവരൊക്കെ അംഗീകരിച്ച ഫുഡ് ചേട്ടന്റെ കുട്ടിക്ക് കൊടുത്തോളൂ, നോ പ്രോബ്ലം. ചേട്ടൻ ഈ ഫുഡ് കൊടുക്കണ്ട, ചേട്ടന്റെ കുട്ടികൾ ഓർത്തിട്ട് ഉറക്കം കെടുത്തിയാ പോരെ, നല്ലത് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. ഇത് നമ്മുടെ ചോയ്സ് അല്ലേ, അത് അവരവരുടെ ആ പാരന്റ്സിന് വിടൂ. ചേട്ടൻ ഈ അതോറിറ്റീസിനെ എല്ലാം കൊണ്ടുവന്ന് നിർത്തിയാലും അവർക്ക് കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഹെൽത്ത് റിസൾട്ട് ഈ അതോറിറ്റീസിനോ ഓരോ ഡോക്ടേഴ്സിനോ എനിക്ക് തരാൻ പറ്റില്ല. അപ്പൊ എന്റെ ട്രസ്റ്റ് ആണ്, ഞാനത് ഫോളോ ചെയ്യുന്നു. ഇല്ലെങ്കിൽ ചെയ്തു കൂട്ടിയതെല്ലാം ഏറ്റുപറഞ്ഞ് നിങ്ങൾ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. പിന്നെ ചെയ്തു കൂട്ടിയതിനൊക്കെ മാപ്പ് പറഞ്ഞ് പൊതുസമൂഹത്തിനോട് മാപ്പ് പറയാനൊക്കെ പറയുന്നുണ്ട്. എന്ത് കാര്യത്തിനാണോ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ചേട്ടൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനീസിന്റെ ഫുഡ് മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോ അത് കൊടുക്കുന്ന അവരെല്ലാരും നിരത്തി വെച്ച് മാപ്പ് പറയിക്കണമല്ലോ. അങ്ങനെയാണ് ഒരു പ്രൊഡക്ട്സും ഒരു കമ്പനിക്കും ഇവിടെ സെല് ചെയ്യാൻ പറ്റില്ല ചേട്ടാ. അപ്പൊ മാപ്പ് എന്ന് പറയുന്നത് അതും ഇറ്റ് ഈസ് ഒരു എന്താ പറയാ, ഗ്രൗണ്ട്ലെസ് ആയിപ്പോ. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. മാപ്പ് എന്തിനാ മാപ്പ് പറയണേ? അത് ചേട്ടന്റെ കുട്ടിക്ക് കൊടുക്കണം എന്നാരെങ്കിലും വന്ന് നിർബന്ധിച്ചോ? നിർബന്ധിക്കുകയാണെങ്കിൽ ഒരിടത്തും നോ പറയുക. അല്ലാണ്ട് നമ്മളെ കയ്യിൽ അടിച്ചേൽപ്പിക്കാൻ ഒന്നുമില്ല. നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒന്ന് നമുക്ക് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അതിനുള്ള ഫ്രീഡം നമ്മുടെ കൺട്രി നമുക്ക് തന്നിട്ടുണ്ട്. സോ ചൂസ് യുവർ ബെസ്റ്റ് ഓപ്ഷൻ യാർ. സാധാരണ ജനങ്ങളായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ ഇതുപോലുള്ള കോപ്രായങ്ങളിൽ വീണു പോകാതിരിക്കും. പിന്നെ അവസാനം ചേട്ടൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നത്, സാധാരണ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവരുടെ കോപ്രായങ്ങൾ കണ്ട് വീണു പോരുതെന്നാണ്. കോപ്രായങ്ങളൊന്നുമില്ല, അത് നമ്മുടെ ട്രസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അതായത് ഭക്ഷണ രീതിയും ജീവിതശൈലിയും തെറ്റായത് മൂലം ഫേസ് ചെയ്യുന്ന പല അസുഖങ്ങളുമാണ്. ഈ നമ്മുടെ ഒരു വെൽനസ് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നതും ന്യൂട്രീഷൻ മാത്രം കൊടുത്ത് നിങ്ങൾ ഇത് കഴിച്ചാൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ, വെയിറ്റ് കുറയും, നോ. ഫോൾസ് കമ്മിറ്റ്മെന്റ്സോ പ്രോമിസസോ ഒന്നും കൊടുക്കാറില്ല. ന്യൂട്രീഷൻ എടുക്കുന്ന ഒരാള് തെറ്റായ ഭക്ഷണ രീതിയാണ്, തെറ്റായ ജീവിതശൈലിയാണ് അവൻ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവൻ ഒരിക്കലും വെയിറ്റ് കുറയാൻ പോകുന്നില്ല. ആൻഡ് ഒരു ഹാഫ് വെയിൽ അവൻ പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്ത് എന്താ പറയാ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക്, ഫുഡ് ഹാബിറ്റ്സിലേക്ക് അവൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ വെയിറ്റ് കൂടും. അപ്പം ഒരിക്കലും ഒരു ഗ്യാരണ്ടി അല്ല സമൂഹത്തിന് കൊടുക്കുന്നത്. നമ്മള് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നമ്മുടെ ബോഡിയിൽ എന്തിനാ ന്യൂട്രീഷൻ കൊടുക്കണേ? ന്യൂട്രീഷൻ കൊടുക്കുന്നത് ഡെഫിഷ്യൻസീസ് ബാലൻസ് ചെയ്യാനാണ്. നമുക്ക് ഡെയിലി ബേസിസിൽ നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത പലതും ഉണ്ട്. വിറ്റമിൻസ്, മിനറൽസ്, മൈക്രോ ന്യൂട്രിയൻസ് ഒത്തിരി ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡെയിലി സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് നല്ലൊരു ബാലൻസ്ഡ് ന്യൂട്രീഷൻ ബോഡിക്ക് കൊടുക്കാൻ, എന്റെ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, 5 സ്റ്റാർ രീതിയിൽ നമ്മുടെ ബോഡീനെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹെർബലൈഫ് ന്യൂട്രീഷൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ് ഇൻ ദ വേൾഡ്. ഐ എം പ്രൗഡ്ലി സേ ദാറ്റ്. ഞാനൊരു 4.5 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ന്യൂട്രീഷനാണ്. ആൻഡ് 37 വയസ്സാകും എനിക്കൊരു ഡിസംബർ 13 ആകുമ്പോൾ. സ്റ്റിൽ ഐ ലുക്സ് ലൈക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്കാണ്. സെൽഫ് ലവ് ചെയ്യാനും, എന്നെ സ്നേഹിക്കാനും, എന്നെ ആരോഗ്യത്തോടെ വെക്കാനും 4.5 വർഷത്തിലധികമായി എനിക്കൊരു അൺഹെൽത്തി സിറ്റുവേഷൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ട്. അതിന് മുന്നേ ഉള്ള ഒരു വിൻസി എന്ന് പറയുന്നത് മൈഗ്രെയിൻ, ഒരു 15 years ആയിട്ട് മൈഗ്രെയിന് പല മെഡിസിൻസും എടുത്തിട്ട് അവസാനം പെയിൻ കില്ലേഴ്സിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോഡിയാണ്. സിവിയർ ഗ്യാസ്ട്രിക് അസിഡിറ്റി. പിന്നെ ഒരു ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങിയപ്പോൾ വർക്ക് ഫ്രം ഹോം ആയി. ഞാനൊരു IT പ്രൊഫഷണൽ ആണ്. ഞാനൊരു HR മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. IT കമ്പനീസിൽ, ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ.
സോ ആ സമയത്തൊക്കെ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ ജോലിയായിരുന്നു. ആ സമയത്ത് ഹെൽത്ത് നോക്കാൻ മറന്നുപോയി. ഭക്ഷണം സമയത്ത് കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ആൻഡ് ഡിന്നർ ലേറ്റ്, വേക്കപ്പ് ലേറ്റ്, നോ എക്സസൈസ്, ഒന്നുമില്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ. വളരെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ളത്, ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം എന്നെ നല്ല ഭക്ഷണ രീതിയിലേക്കും ജീവിതശൈലിയിലേക്കും വരാനും ആരോഗ്യത്തോടുള്ള ഒരു ലൈഫ് ഒരു 4.5 വർഷത്തിലധികമായിട്ട് ഒരു ഹോസ്പിറ്റൽ വിസിറ്റും ഇല്ലാതെ പോകാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ന്യൂട്രീഷനും ഈ ഒരു കമ്മ്യൂണിറ്റിയും എന്റെ ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈലുമാണ്. സോ അതിന് ഓൾവേസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദിസ് ബ്യൂട്ടിഫുൾ ന്യൂട്രീഷൻ, ഹെർബലൈഫ് ന്യൂട്രീഷൻ ആൻഡ് ദി കമ്മ്യൂണിറ്റി. ഇന്ന് ഞാൻ നേരത്തെയൊക്കെ ഞാൻ പറയുമായിരുന്നു എന്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് HR ആണ്, HR ടോപ്പ് പൊസിഷനിൽ എത്തണമെന്ന്. ഇന്ന് ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയും ബീങ് എ വെൽനസ് കോച്ച് എന്റെ പാഷൻ അതാണ്, ചേഞ്ചിങ് പീപ്പിൾസ് ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മോർ ദാൻ ഒരു 2000+ ആൾക്കാരെ കോച്ച് ചെയ്തിട്ടുണ്ട് പേഴ്സണലി. ഇപ്പൊ കറന്റ് ഒരു 500+ പീപ്പിളിനെ കറണ്ട് ബാച്ചിൽ റൺ ചെയ്യുന്നുണ്ട്. ഇവരിലൂടെ എല്ലാം കടന്നു പോകുമ്പോ ഓരോ വ്യക്തികൾ വരുമ്പോ സാധാരണ ഭക്ഷണം കഴിച്ച് സാധാരണ ജീവിതശൈലിയൊക്കെ ഫോളോ ചെയ്ത് ഹാർഡ്ലി 1-2 ആൾക്കാർ മാത്രമാണ് ഒരു അസുഖം അല്ലെങ്കിൽ അൺഹെൽത്തി സിറ്റുവേഷൻ ഇല്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടേക്കുന്നത്. ബാക്കി എല്ലാവർക്കും തന്നെ എല്ലാവരും വർക്കിംഗ് ആണ്, ഹൈ സാലറി, ഹൈ പ്രൊഫഷൻ, നല്ല ലൈഫ് സ്റ്റൈൽ ഒക്കെ ഉണ്ട്. പക്ഷെ ഡയബറ്റിസ്, BP, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, തൈറോയിഡ്, മെഡിസിന്റെ സപ്പോർട്ടിൽ ജീവിക്കുന്നവരാണ് മെജോറിറ്റി ഞാൻ കണ്ടേക്കുന്ന പീപ്പിൾ. അത് 1-2 എടുക്കുന്നവരല്ല, 10-32 മെഡിസിൻസും ഒക്കെ ഒരു ദിവസം എടുക്കുന്ന ആൾക്കാരും എൻ്റെ അടുത്ത് വരാറുണ്ട്. അവരൊക്കെ ഗ്രാജുവലി കറക്റ്റ് ചെയ്ത് വിത്ത് ന്യൂട്രീഷൻ സപ്പോർട്ടില് കറക്റ്റ് ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും പറഞ്ഞു കൊടുത്ത് എക്സസൈസ് ചെയ്യിപ്പിച്ച് നല്ലൊരു ഹാബിറ്റ്സിലേക്ക് വന്ന് ലൈഫ് ചേഞ്ച് ചെയ്തിരിക്കുന്ന ഒത്തിരി പീപ്പിൾ ഉണ്ട്. സോ ഐ എം പ്രൗഡ് ഓഫ് ബീങ് എ വെൽനസ് കോച്ച് റൈറ്റ് നൗ. എന്റെ പാഷൻ ഇപ്പൊ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പീപ്പിളിന് റിസൾട്ട് എടുത്ത് കൊടുക്കുന്നതാണ്. അവർ വരുന്നത് മേ ബി വെയിറ്റ് കൂട്ടാനായിരിക്കും, വെയിറ്റ് കുറയ്ക്കാനായിരിക്കും. കുട്ടികൾ നിറയെ പേര് വരാറുണ്ട്, ദെൻ ഹെൽത്ത് ഇഷ്യൂസ് ധാരാളം ഉള്ളവർ വരാറുണ്ട്. ഇവർക്കൊക്കെ ഓരോ ഹാപ്പിനെസ് എടുത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ഒന്നും എനിക്ക് കിട്ടാറില്ല. ചേർന്ന് എന്റെ എക്സസ് വെയിറ്റ്, ബട്ട് ഹെൽത്ത് ഇഷ്യൂസ് നിറയെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം തന്നെ എന്താ പറയാ സെൽഫായിട്ട് ട്രീറ്റ് ചെയ്ത് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എന്റെ വേസ്റ്റ് ലൈൻ വന്നിട്ട് നല്ല ബെല്ലി ഫാറ്റ് ആയിരുന്നു, ഇരുന്നുള്ള ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 100 സെന്റിമീറ്റർ അടുത്ത് എന്റെ വയറ് വരുമായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മോളുടെ ഫസ്റ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു 2017 ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം നിങ്ങളിപ്പോ. ഇതുപോലെയായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. അവിടുന്ന് എന്റെ ഈ ഒരു പ്രോഗ്രാമിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം 7 kg എക്സസ് വെയിറ്റ് ലോസ് ചെയ്ത് ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും കറക്റ്റ് ചെയ്ത് ഐഡിയൽ വെയിറ്റ്, ഐഡിയൽ പാരാമീറ്റേഴ്സ്, ഫാറ്റ്, വേസ്റ്റ് ലൈൻ ഒക്കെ ഐഡിയൽ റീച്ച് ചെയ്ത് ത്രൂ ഔട്ട് എന്റെ ലൈഫിൽ ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരും. എനിക്ക് തിരിച്ച് വെയിറ്റ് കൂടിയതായിട്ട് എനിക്ക് എങ്ങും പറയാനില്ല. അത് ഞാൻ ബാക്ക് ടു എന്റെ പഴയ ഹാബിറ്റ്സിലേക്ക് പോകാത്തത് കൊണ്ട് മാത്രം ഞാനത് ഫോളോ ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് ഇയർ കൺസീവ് ആയി. ഇപ്പം അതിന് മോൻ ഉണ്ടായതിനു ശേഷം, സെയിനു ഉണ്ടായതിനു ശേഷം എഗെയിൻ ഞാൻ എക്സസ് വെയിറ്റിലോട്ട് പോയി. ഒരു 14 kg ഒരു പ്രഗ്നൻസിയിൽ ഐ വാസ് ടേക്കിംഗ് ഹെർബലൈഫ് ന്യൂട്രീഷൻ ആസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അത് തന്നെയായിരുന്നു ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ബാക്കി എല്ലാ ഫുഡുകളും, എനിക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഞാൻ കഴിക്കും. അൺഹെൽത്തി ആയിട്ടുള്ളതൊക്കെ പലതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഹെൽത്തി ഓപ്ഷൻസ് അപ്പോഴും ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡെലിവറിക്ക് ശേഷം എന്റെ ഏറ്റവും വലിയൊരു ഗോളായിരുന്നു മോന് 1 വയസ്സാകുമ്പോൾ എനിക്ക് വീണ്ടും അഗെയിൻ ഐഡിയൽ വെയിറ്റിലേക്ക് റീച്ച് ചെയ്യണമെന്ന്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ദ പവർ ഓഫ് ദിസ് കമ്മ്യൂണിറ്റി, എന്റെ ഹാബിറ്റ്സ്, എന്റെ ലൈഫ് സ്റ്റൈല് ആൻഡ് ദ പവർ ഓഫ് ന്യൂട്രീഷൻ, ഇന്ന് ഞാൻ എന്റെ ഐഡിയൽ വെയിറ്റിന് 2 കിലോ അണ്ടർ വെയിറ്റിലാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണേ. 37 ഇയേഴ്സിൽ ഇങ്ങനെ ഇത്രയും എനർജറ്റിക് ആയിട്ടും ഇത്രയും ഹാപ്പിനെസ്സോട് കൂടിയും ഇത്രയും വൈബ്രന്റ് ആയിട്ട് ഇരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ന്യൂട്രീഷൻ തന്നെയാണ്. സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് ബീങ് എ വെൽനസ് കോച്ച് റൈറ്റ് നൗ. ഐ എം സോ ഹാപ്പി ടു ചേഞ്ച്. ആരെല്ലാം എന്റെ മുന്നിൽ വരുന്നോ അവർക്കൊക്കെ അവരുടെ ലൈഫിൽ ഗോൾസും ഡ്രീംസും ഒക്കെ അച്ചീവ് ചെയ്ത് കോച്ചിങ് ചെയ്ത് നല്ല റിസൾട്ട് എടുത്തുകൊണ്ടുവരും. ഓക്കെ, മൈ സ്ട്രോങ് സജഷൻ, ആരെല്ലാം ഹെർബലൈഫ് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കോച്ചിന്റെ കീഴിൽ മാത്രം ചെയ്യുക. അതർ പ്ലാറ്റ്ഫോം, സോഷ്യൽ ഓൺലൈൻ അതർ പ്ലാറ്റ്ഫോംസിൽ നിന്ന് ന്യൂട്രീഷൻ വാങ്ങിച്ച് സ്വന്തമായിട്ട് യൂസ് ചെയ്തിട്ട് ബാഡ് എക്സ്പീരിയൻസ് വരാം. പല അൺഹെൽത്തി സിറ്റുവേഷനിലും പ്രോപ്പർ ഡയറ്റ് ചെയ്യാൻ അറിയാതെ അത് ബാഡ് സിറ്റുവേഷനിലേക്ക് പോകുന്നു. അതൊക്കെ എല്ലാം അറിവില്ലായ്മ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്നത് വെൽ ട്രെയിൻഡ്
ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കോച്ചിന്റെ കീഴിൽ മാത്രം നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെൽത്ത് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ആരോഗ്യത്തോടെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാത്ത ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് പോസിബിൾ. അതിന് 2 മിസ്റ്റേക്സ് കറക്ഷൻ ചെയ്ത് മുന്നോട്ട് പോകണം: ഭക്ഷണ രീതി, ജീവിതശൈലി. ആൻഡ് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ചേട്ടൻ കേട്ടോ, എന്തുകൊണ്ട് കുഞ്ഞിന് ന്യൂട്രീഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മ ന്യൂട്രീഷൻ ഹാബിറ്റ്സിൽ ഇരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 വയസ്സായി എന്റെ സൈനുവിന്. എന്താ പറയാ, അവനൊരു പീഡിയാട്രീഷ്യൻ ഇല്ല. 1 വർഷത്തില് അവന് നോ മേജർ ഹോസ്പിറ്റൽ വിസിറ്റ്. അതിനർത്ഥം അവന് അസുഖങ്ങൾ വരുന്നില്ല എന്നല്ല, അവന് അസുഖങ്ങൾ വരുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആണ്, അവന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പെർഫെക്റ്റ് ആണ്. 8ാം മാസത്തില് പതിയെ സ്റ്റെപ്പുകൾ അവൻ വെച്ച് തുടങ്ങി. ഇന്ന് അവൻ ഓടും, നന്നായിട്ട് നടക്കാൻ തുടങ്ങി. സൂപ്പർ എക്സലന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അസുഖങ്ങൾ വരുന്നില്ല എന്നല്ല, ചെറിയ കോൾഡ് വരും, ചുമ ഇടക്ക് വരാറുണ്ട്, പനി ഇടക്ക് വരാറുണ്ട്. ദാറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. അത് വീട്ടിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവന് ഇന്ന് വരെ വന്നിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഇൻ ഫ്യൂച്ചർ ഓൾസോ യു ക്യാൻ ഫോളോ. എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. അപ്പോ ഇതുവരെ അവനൊരു പീഡിയ. എന്റെ മോൾക്കും അതെ, അവൾക്ക് 9.5 വയസ്സായി. അവൾക്ക് 5 വയസ്സിൽ കിഡ്സ് ന്യൂട്രീഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രായത്തിലാണ് ഞങ്ങൾ പ്രോഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ അവൾക്ക് അന്ന് തുടങ്ങി ഞാൻ ഡൈനോഷേക്ക് കൊടുക്കുന്നുണ്ട്. ഡൈനോഷേക്ക് കൊടുക്കുന്നതിൽ ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുള്ള കാര്യം, അവൾക്കും നോ മേജർ ഹോസ്പിറ്റൽ വിസിറ്റ്. അതിന് മുന്നേ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് ഓടുന്നത് ഒന്നെങ്കിൽ ഹോമിയോ കാണിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് കാണിക്കും. ഇങ്ങനെ മാറി ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. ബട്ട് ഒരു 4.5 വർഷമായി മോൾക്കും ഡെയിലി ഡൈനോഷേക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ. ചോക്ലേറ്റ് ഫ്ലേവറിലും ഉണ്ട് ആൻഡ് സ്ട്രോബെറി ഫ്ലേവറിലും ഉണ്ട്. അവൾക്ക് ഇഷ്ടം സ്ട്രോബെറി ഫ്ലേവറാണ്. അത് ഞങ്ങൾക്ക് ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. ഞങ്ങൾ ഹോൾ ഫാമിലി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ കാരണം ഈ ഒരു ന്യൂട്രീഷൻ ഹാബിറ്റ്സിൽ ഞങ്ങൾ നിൽക്കുന്നതും നല്ലൊരു ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഞങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട്. ഫൈനലി എനിക്ക് ഒരു വീഡിയോ ചെയ്താൽ ഐ ഫീൽ വെരി സാറ്റിസ്ഫൈഡ്. ബിക്കോസ് ബീങ് എ മദർ അല്ലെങ്കിൽ ബീങ് ഒരു വെൽനസ് കോച്ച്, എനിക്കിത് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം ഒരു അടച്ച ആക്ഷേപം പോലെയാണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. അത് ഹേർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാ സത്യങ്ങളും അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും. അതർവൈസ് ഇത് ഒരു കൈൻഡ് ഓഫ് മിസ്ലീഡിങ് ഇൻഫർമേഷൻ ആയി പോകും ചേട്ടാ. സോ എന്റെ പേഴ്സണൽ ഗോൾ മാത്രമാണിത്, എന്റെ പേഴ്സണൽ റിയാക്ഷൻ മാത്രമാണ്. ഇതിന് വേറെ ആരും പൈസ തന്നിട്ട് ചെയ്യിക്കുന്നത് ഒന്നുമല്ല. ദിസ് ഇസ് മൈ പേഴ്സണൽ ഡിസിഷൻ ഓൺലി, ഇത് റിയാക്ട് ചെയ്യണമെന്നുള്ളത്. ആൻഡ് എന്റെ ഗോളും ഒന്നേ ഉള്ളൂ, എന്റെ കുട്ടികൾക്കും എനിക്കും എത്ര നാൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നു അത്രയും നാള് ഈ ന്യൂട്രീഷൻ ഹാബിറ്റ്സ് ഫോളോ ചെയ്ത് ഏറ്റവും ഭംഗി ആൻഡ് ഹെൽത്തി ആയിട്ടൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാത്ത ലൈഫിലേക്ക് എന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഞങ്ങൾ ഹോൾ ഫാമിലി അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് സപ്പോർട്ടിങ് ആരൊക്കെ റെഡിയാണോ അവരൊക്കെ എന്താ പറയാ ഹെൽത്തി ലൈഫിലേക്ക് വരാൻ will continue the coaching again and again.